നീ PSCക്ക് പോകാൻ നേരത്തെ എന്റെ കൈയും കാലും പിടിച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വിട്ടത്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കാലോ, പിന്നെ കുറച്ച് ടൈം പാസ് ഒക്കെ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട്. നീ ഇങ്ങനെ ജോലിക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ വിടില്ലായിരുന്നു. ഞാൻ PSC കോച്ചിങ്ങിനെ ഈ കുട്ടികളെയും വിട്ടിട്ട് ടൈം പാസിന് വേണ്ടി പോയതല്ല, ഒരു ജോലി കിട്ടാൻ വേണ്ടി തന്നെ പോയതാ. ഇപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടുമ്പോ അത് വലിയ കാര്യല്ലേ? അതിനേക്കാളും വലിയ കാര്യമാണ് കുഞ്ഞുങ്ങളെ നോക്കല്. ഇപ്പൊ തന്നെ നീ നോക്ക്, നീ വന്നതിന് ശേഷം കുഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞിന് നീ ഇല്ലാണ്ട് പറ്റില്ല. അതുകൊണ്ടേ തൽക്കാലം നീ ജോലിന്റെ കാര്യം കൊണ്ട് വിട്ടിട്ട് കുഞ്ഞിന്റെ കാര്യം വീടിന്റെ കാര്യം നോക്കിയിട്ട് ഇവിടെ മര്യാദയ്ക്ക് കഴിയാൻ പഠിക്കും. അനിലേട്ടാ, ഇതുവരെ നിങ്ങൾ പറയണ എല്ലാം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഈ കാര്യത്തില് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ജോലി എനിക്ക് അത്ര അത്യാവശ്യമാണ്. ജോലി നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമോ? ഈ ജോലി ഇല്ലാത്തതുകൊണ്ടേ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഞാനോട് വരുന്നത്? നീ പറയുന്നത് എല്ലാം ഞാൻ സാധിച്ചു തരുന്നില്ലേ? അത് മാത്രമല്ല, ഇപ്പൊ PSC ക്ലാസ്സിന് പോകുന്നുണ്ട്. അതിന് 10,000-2000 രൂപ ആരെങ്കിലും മാസം മാസം എണ്ണി കൊടുക്കുന്നത്? നിന്റെ വീട് കൊണ്ടുവന്നിട്ടാ ഞാനല്ലേ കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോ ഇന്നും ഒന്നല്ലേ തുടങ്ങിയതല്ലോ, 5-6 വർഷമായില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വരെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തു ഈ പരിപാടി. ഓ അങ്ങനെ. അപ്പൊ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് നാണക്കേടാണല്ലേ? നിന്റെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടിയാണോ നീ ജോലിക്ക് പോകാൻ നിൽക്കുന്നത്? ആറ്റിറ്റ്യൂഡ് ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ 2000 രൂപ ഞാൻ തന്നതല്ല, അല്ലാണ്ട് നിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതല്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് എന്റെ വീട്ടുകാരുടെയും നിങ്ങളുടെയൊക്കെ പുറകിൽ ഇങ്ങനെ നടക്കേണ്ട കാര്യം? എനിക്കും ജോലി ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, പിന്നെ ഞാൻ എന്റെ സമയം ഇവിടെ ഇരുന്ന് വേസ്റ്റ് ആക്കണ എന്തിനാ? അപ്പൊ എനിക്ക് ജോലിക്ക് പോയിക്കൂടെ? നീ എന്ത് കണ്ടിട്ട് സംസാരിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ജോലി എന്ന് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആരോ നോക്കുക? നീ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് ജോലിക്ക് പോകാനുള്ള കഴിവുണ്ടെന്ന്. അതേപോലെ പല വീടുകളിൽ അമ്മമാർക്ക് ഈ കഴിവൊക്കെ ഉണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി കുറച്ച് സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? ഇത്രയും നഷ്ടം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും സാഹചര്യത്തിനും അനുസരിച്ചല്ലേ. എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല.